കൊച്ചിയിൽ സപ്ലൈകോയുടെ ഓണച്ചന്തയിലെക്കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ ഓണച്ചന്തകൾ ജനങ്ങൾ ഏറ്റെടുത്തതിനൊപ്പം മധ്യകേരളത്തിലെ സപ്ലൈകോ ഓണം ഫെയറുകളിൽ ജനത്തിരക്ക് ഏറുകയാണ്. മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത വിധമാണ് ഇത്തവണ സാധാരണക്കാർ ഓണച്ചന്തകളെ ആശ്രയിക്കുന്നത്. അത്രയധികം സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇതര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വരെ വലിയ വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്നു എന്നതാണ് സപ്ലൈകോയുടെ ഓണച്ചന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് സപ്ലൈകോയുടെ ഓണം വിശേഷം പങ്കുവയ്ക്കാനായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഓണമൊക്കെ? ഒപ്പം തന്നെ സപ്ലൈകോ നാടെങ്ങും വിലക്കുറവിന്റെ ഓണം തീർത്തിരിക്കുകയാണല്ലോ. എന്താണ് കൊച്ചിയിലെ കാഴ്ചകൾ? കൊച്ചിയിൽ വലിയ ജനസ്വീകാര്യതയാണോ ലഭിച്ചിരിക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഓണത്തിൻ്റെ ലഹരിയിലാണ് കൊച്ചി. അതോടൊപ്പം തന്നെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വലിയ ജനത്തിരക്ക് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഓണച്ചന്തകളിലും ഉണ്ടാകുമ്പോൾ തന്നെ അത് പൊതുവിപണിയിൽ ഓണക്കാലത്തുണ്ടാകുന്ന വിലക്കയറ്റത്തെ അത് പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചിരിക്കുന്നു സപ്ലൈകോയുടെ ഈ ഓണച്ചന്തകളിലൂടെ. സപ്ലൈകോ ഓണച്ചന്തകളിലും അതോടൊപ്പം തന്നെ സപ്ലൈകോ മാർക്കറ്റുകളിലെ നേരത്തെ തന്നെ സ്ഥിരമായുള്ള കൗണ്ടർ ഔട്ട്ലെറ്റുകളുണ്ട്. ഔട്ട്ലെറ്റുകളിലുമൊക്കെ ഈ ഓണത്തിൻ്റെ പ്രത്യേക സബ്സിഡിയും ഓഫറുകളും ഒക്കെ ഉണ്ട്. 250ഓളം ഉൽപ്പന്നങ്ങൾ സബ്സിഡിയും പ്രത്യേക ഓഫറും വിലക്കുറവും ഒക്കെ ഉൾപ്പെടെ നൽകുന്നുണ്ട്. കലൂരിൽ ജില്ലാതല ഓണം ഫെയർ നടക്കുന്നത് എറണാകുളത്ത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് സമീപം ഈ സ്റ്റേഡിയത്തിൻ്റെ ഹെലിപ്പാഡ് ഗ്രൗണ്ടിലാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് സമയം. ധാരാളം ആളുകൾ ഓരോ ദിവസവും ഈ ഓണം ഫെയറിലേക്ക് എത്തുന്നുണ്ട്. സബ്സിഡി ഉൽപ്പന്നങ്ങളും സബ്സിഡിതര ഉൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങുന്നുണ്ട്. ഒരുവിധം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ വിലക്കുറവ് ഈ സപ്ലൈകോ ഓണച്ചന്തയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ആളുകൾ അവിടേക്ക് എത്തുന്നത്. ഒട്ടേറെ പേർ ഈ ജില്ലയിൽ തന്നെ വന്ന് ജോലി ചെയ്യുന്നവർ, ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർ പോലും ഇവിടെ നിന്ന് അത്യാവശ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുമ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്തായാലും വലിയ സ്വീകാര്യത ഇവിടെയുണ്ട്. ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ഓണച്ചന്ത അതും ഈ ഓണം ഫെയർ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കൊച്ചിയിലുണ്ട്. അത്തരത്തിൽ വലിയ ഒരു വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ തന്നെ വലിയ ശ്രമം സപ്ലൈകോ നടത്തുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം അത് നിയന്ത്രിക്കാൻ സപ്ലൈകോയ്ക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ശബരിയുടെ വെളിച്ചെണ്ണയ്ക്ക് 339 രൂപയ്ക്കാണ് സബ്സിഡി വെളിച്ചെണ്ണ നൽകുന്നത്. സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ ഒപ്പം 389 രൂപയ്ക്ക് നൽകാനും സപ്ലൈകോയ്ക്ക് സാധിക്കുന്നുണ്ട്. കേര വെളിച്ചെണ്ണ 529 രൂപ MRP ഉള്ള കേര വെളിച്ചെണ്ണ 100 രൂപ ഡിസ്കൗണ്ടോടുകൂടി 429 നൽകുന്നത്. അങ്ങനെ വലിയ എല്ലാ ഉൽപ്പന്നങ്ങളിലും വലിയ വിലക്കുറവ്, അത് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം ജനങ്ങൾക്കിത് വലിയ സഹായമാകുന്നു. സാധാരണക്കാരായ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ഈ സപ്ലൈകോ ഓണ ഫെയറുകളിലേക്ക്. ശരി.